ഹായ് ടിടി ടീച്ചർ. സ്വാഗതം മക്കളെ, ഞാൻ ടിടി ടീച്ചർ. ചിരിച്ചും ചിന്തിച്ചും പഠിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? പഠിപ്പിക്കാൻ ഞാനും തയ്യാറാണ്. പുതിയ അറിവുകൾ നൽകാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ടിടി ടീച്ചർ. നമ്മുടെ ക്ലാസ്സിൽ സന്തോഷവും പഠനവും ഒരുമിച്ചിരിക്കുന്നു. അതിനു മുൻപ് ഡോക്ടർ ബിട്ടു എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ ബിട്ടു. ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൂട്ടുകാരോട് പറയാനുള്ളത്. എന്താണെന്നറിയാമോ? കൂട്ടുകാർ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക, അവ ഭക്ഷണത്തിൽ നിന്നും കുറവാക്കുക. എനിക്കറിയാം കൂട്ടുകാർക്ക് ചോക്ലേറ്റ്, മറ്റുള്ള മുട്ടായിസ്, ലഡു, ജിലേബി ഇവയൊക്കെ ഇഷ്ടമാണെന്നത്. പക്ഷെ ഇവയൊക്കെ വളരെ കുറച്ച് മാത്രം കഴിക്കുക. നമ്മുടെ ശരീരത്തിൽ മധുരം എത്തേണ്ടത് നാച്ചുറൽ ഷുഗർ ആണ്. അവ നമുക്ക് എവിടുന്നാണ് കിട്ടുക? ഓഹോ, കൂട്ടുകാർക്കറിയാലേ, നല്ല ഫ്രൂട്ട്സുകളിൽ നിന്നും നമുക്കവ കിട്ടും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം, അവ നന്നായി കഴുകിയ ശേഷം മാത്രം കഴിക്കുക. അങ്ങനെ ഫ്രൂട്ട്സിലൂടെയുള്ള മധുരം നമ്മുടെ ശരീരത്തിൽ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കൂട്ടുകാർ ചോക്ലേറ്റ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ, കൂടുതലായി കഴിക്കരുതേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഇനി ടീച്ചറുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. ഹായ് മക്കളെ, ടിടി ടീച്ചറാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? യെസ്, ടിടി ടീച്ചർ ഇന്ന് വന്നിട്ടുള്ളത് എന്ത് കണ്ടാണ്? ഒരു പിക്ചർ കൊണ്ടാണ്. പിക്ചറിലുള്ള സാധനം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വോമാണ്, ഒരു പുഴുവാണല്ലേ? ഓക്കെ, ഈ പുഴുവിന് നമ്മൾ കളർ കൊടുക്കണം. പുഴു എന്താണ്? വോം, സിൽക്ക് വോം, പട്ടുനൂൽ പുഴു കേട്ടിട്ടില്ലേ കുട്ടികളെ? പുഴു നമ്മുടെ തൊടിയിലും മുറ്റത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? മഴക്കാലമൊക്കെ വന്നാലും ഈ ഒരു സാധനം നമ്മൾ കാണും. ഇത് ശരീരത്തിലോ കയ്യിലോ എവിടെയെങ്കിലും കൊണ്ടാൽ നമുക്ക് എന്താണ്? ചൊറിയും അല്ലേ? അതെ, അപ്പം ചൊറിയും പുഴുവാണ്. അങ്ങനെ പല തരത്തിലുള്ള പുഴുക്കളുണ്ട്. അപ്പൊ പുഴുവിന്റെ ഫേസിന് നമ്മൾ ഒരു ഗ്രീൻ കളർ കൊടുത്തു. പിന്നെ അതിന്റെ റിങ് ആയിട്ട് കുറെ ഭാഗമുണ്ട്. അല്ലാണ്ട് അതിന്റെ ചെറിയ ചെറിയ കാലുകളുണ്ട്. അപ്പൊ കാലുകൾക്ക് നമ്മൾ ബ്രൗൺ കളർ, കാപ്പി കളറാണ് കൊടുക്കുന്നത്. കണ്ടോ? ഓക്കെ, നമുക്കിനി ഒരു കളർ കൂടി വെച്ചിട്ട് നമുക്ക് ഈ പുഴുവിനെ ഫിനിഷ് ചെയ്യാം. ഏത് കളറാ? ഓക്കെ, ലൈറ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് പുഴുവിന്റെ അടിഭാഗം, അതായത് താഴ്ഭാഗം, മുകൾ ഭാഗവും താഴ്ഭാഗവും ഉണ്ടല്ലോ. അപ്പം അടിഭാഗത്ത്, താഴ്ഭാഗത്ത് നമ്മൾ ലൈറ്റ് ഗ്രീൻ കളർ അല്ലെങ്കിൽ സാധാ ഒരു ഗ്രീൻ കളർ വെച്ച് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? മുകൾ ഭാഗത്ത് ഒരു കളറും കൂടി കൊടുക്കണം. സോ അതിന് നേരത്തെ നമ്മൾ ഫേസിന് കൊടുത്ത അതേ ഡാർക്ക് ഗ്രീൻ കളർ, എന്താണ്, കട്ടിപ്പച്ച കളർ കൊടുക്കാൻ പോവാണ്. യെസ്, അപ്പോ പുഴുവിന്റെ ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തു അല്ലെ? കളർ ചെയ്തിട്ട് നോക്കൂ, നമ്മൾ ഡെയിലി ഇങ്ങനെ കളർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും അല്ലേ? യെസ്, ഇത് കണ്ടില്ലേ? നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കളർ ചെയ്തെടുക്കാൻ പറ്റി. അപ്പൊ പുഴുവിന്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയില്ലേ? നോക്കൂ. യെസ്, നമ്മൾ 3 കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തത്. ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, പിന്നെ ബ്രൗൺ കളർ. അങ്ങനെ പുഴുവിനെ നമ്മൾ ഒരു ഒറിജിനൽ പുഴുവിനെ പോലെ ആക്കിയെടുത്തു കളർ ചെയ്തിട്ട്. അപ്പൊ എല്ലാരും നല്ല പോലെ ഇരിക്കാട്ടോ. ഹായ്, ഞാൻ ടിടി ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി വളർത്തിയെടുക്കാം.